നമസ്കാരം. നമുക്ക് കുറച്ച് സ്റ്റീലിൻ്റെ കാര്യങ്ങൾ നോക്കാം. സ്റ്റീലിൻ്റെ ഘടകമൂലകങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. എന്തായാലും ഇരുമ്പ്, കാർബൺ, ഈ രണ്ട് ഘടകമൂലകങ്ങൾ കൊണ്ടാണ് സ്റ്റീൽ ഉണ്ടായിരിക്കുന്നത്. ഈ സ്റ്റീൽ തന്നെ ഒരുപാട് വിധങ്ങളുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ, മാംഗനീസ് സ്റ്റീൽ, അതുപോലെ തന്നെ സിലിക്കൺ സ്റ്റീൽ എന്നിങ്ങനെ 3 തരത്തിലുള്ള സ്റ്റീലുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നമുക്ക് ബേസായിട്ട് നമുക്കറിയാം എല്ലാ സ്റ്റീലും ഇരുമ്പ്, കാർബൺ കൊണ്ടാണ് ഉള്ളത്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം വീട്ടിലെ ഉപകരണങ്ങൾ, അതുപോലെ തന്നെ ബ്ലേഡ് എന്നിവയൊക്കെ തുരുമ്പ് അധികം പിടിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഏതൊക്കെയാണ് ഘടകമൂലകങ്ങളെന്ന് നോക്കുമ്പോൾ ബേസിക്കായിട്ട് എന്തുണ്ടാവും? ഇരുമ്പ്, കാർബൺ ഉണ്ടാവും, കൂടാതെ നിക്കൽ, ക്രോമിയം. അപ്പോൾ ഇരുമ്പ്, കാർബൺ, നിക്കൽ, ക്രോമിയം എന്നിങ്ങനെയുള്ള 4 ഘടകങ്ങൾ ചേർന്നിട്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാകുന്നത്. മാംഗനീസ് സ്റ്റീലിലും എന്ത് തന്നെ ഉണ്ടാകും? ഇരുമ്പ്, കാർബൺ ഉണ്ടാകും. അതിൻ്റെ കൂടെ മാംഗനീസ് ചേരുമ്പോൾ മാംഗനീസ് സ്റ്റീൽ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സിലിക്കൺ സ്റ്റീൽ അതുപോലെ തന്നെയാണ്. ഇരുമ്പ്, കാർബൺ, സിലിക്കൺ, ഇത് 3 ചേർന്നിട്ടാണ് സിലിക്കൺ സ്റ്റീൽ. ഈ സിലിക്കൺ സ്റ്റീൽ നമുക്ക് ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. മറ്റു ലോഹങ്ങളെ അപേക്ഷിച്ച് ഈ ഇലക്ട്രിക്കൽ സ്റ്റീൽ അല്ലെങ്കിൽ സിലിക്കൺ സ്റ്റീൽ വൈദ്യുത നഷ്ടം വളരെ കുറവ് വരുത്തുന്നത് കൊണ്ട് മോട്ടോർ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ട്രാൻസ്ഫോമേഴ്സ്, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് വൈദ്യുതവുമായി ബന്ധപ്പെട്ട കോറുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ സിലിക്കൺ സ്റ്റീലാണ്. അതുകൊണ്ടാണ് ഇവ ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന പേരിലൂടെ അറിയപ്പെടുന്നത്.